ചേട്ടാ തടിപ്പടവുകൾ. അതെ, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ തടി പടവുകളാണ്. പിന്നെ ഈ താഴെ ഒരു ചെറിയൊരു ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം വീഴുന്നത് ഈ നല്ല നിശബ്ദതയുള്ള സമയത്ത് നമുക്കിങ്ങനെ ഒരു അരുവിയുടെ സൈഡിൽ ഇരിക്കുന്ന ഒരു ഫീല് തോന്നുമെന്നാണ് സങ്കല്പം. അതിന് വേണ്ടി വെച്ചിരിക്കുന്ന വീഴുമ്പോഴും വെള്ളം ഇല്ല, താഴെ ഇരുന്നല്ലോ, അതിനുള്ള നമ്മൾ മുകളിൽ സ്ഥലമുള്ളൂ. അതെ അതെ. ഈ തടിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, ഒരു പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഡിസൈൻ രസമാണ്. വെറും തടിയാ. വെറും തടി. ആ, ചേട്ടാ ഇപ്പോൾ ഉയർച്ചയുടെ പടവുകൾ, തടിപ്പടവുകൾ ചോട്ടി നമ്മൾ ഒന്നാമത്തെ നിലയിൽ മതിയോ? അല്ല, ഇനിയും നിലകളിലെത്തണം. പക്ഷേ ഈ ഒന്നാമത്തെ നിലയിൽ മൊത്തത്തിലൊരു അറേഞ്ച്മെന്റിന്റെ ഒക്കെ ഒരു ഓർഗനൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും അല്ല, അതിന് കാരണം എന്താ വെച്ചാൽ എന്നെ എന്താ പറയുക, വളർത്തുദോഷം എന്നൊക്കെ പറഞ്ഞല്ലേ. അവൻ്റെ അമ്മയാണ് പ്രത്യേകിച്ചും. അമ്മ ഭയങ്കരമായിട്ട് ഈ ചിട്ടകളുടെ ആളാണ്. ഇപ്പോഴും അതെ, ഇത്ര 81 വയസ്സെങ്കിലും ചിട്ടകളുടെ ആളാണ്. അപ്പം നമ്മളെ പണ്ടുതൊട്ടേ വളർത്തിയത് ഇങ്ങനെ ഭയങ്കര ചിട്ട വെച്ചിട്ടാണ്. അതായത് ചിട്ട എന്ന് വെച്ചാൽ അങ്ങനെ അടിച്ചു വളർത്തിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സാധനം, നമ്മുടെ വീട്ടിലൊരു സാധനം എവിടെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവിടെ കാണും. അത് നമ്മളെടുത്താലും തിരിച്ചവിടെ വെക്കണം, അല്ലെങ്കിൽ അടി കിട്ടുമായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള ചിട്ട എനിക്കുണ്ട്. ആ ചിട്ട പലപ്പോഴും ദോഷവും ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ചിട്ടയൊക്കെ ഉണ്ട്. അതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളാകെ പരിഭ്രാന്തരാകും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉദാഹരണമായി രാവിലെ ഒരു ബ്ലാക്ക് കോഫി വേണം. അപ്പോൾ ഞാനിപ്പോൾ ലോകയാത്രയൊക്കെ പോയാൽ നമ്മുടെ ഇന്നിഗോ ഓഫീസിലെ കാപ്പിപ്പൊടി നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്നത്, അതൊരു ചെറിയ ഡെപ്പി കൊണ്ടുപോകും, അതിൻ്റെ കൂടെ പഞ്ചസാര കൊണ്ടുപോകും. അപ്പോൾ അവിടെ നമ്മൾ ഹോട്ടൽ റൂമിൽ വെച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ. കാപ്പി ചായ മസ്റ്റാണ്. കാപ്പി ചായ മസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ലാതെ വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യും. എങ്കിൽ ഇപ്പോൾ അതുണ്ടെങ്കിൽ സന്തോഷമാണ്. അതുപോലെ തന്നെ പോയിരിക്കുമ്പോൾ എവിടെയായാലും പോയിരിക്കും. അത് തന്നെ രാവിലെ അതിൻ്റെ സുഖമാണ്. പിന്നെ നമ്മൾ വെച്ചാൽ ഈ കുറച്ചൊരു സുഖിമാനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് എവിടെ പോയാലും നല്ലൊരു റൂമും ഒരു നല്ല ടോയ്ലറ്റും ഒക്കെ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ അല്ലാതെ ഇപ്പം കാട്ടിൽ പോയി ക്യാമ്പിങ് അങ്ങനത്തെ ഒന്നും പരിപാടി എനിക്ക് പറ്റില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ പുഴ പോയിരിക്കുന്ന പരിപാടിയൊന്നും അങ്ങനെ പൊതുവെ പറ്റില്ല. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഇസുസുവിൻ്റെ ഒരു ഡ്രൈവിന് പോയിട്ട് നമുക്കൊരു ടെൻറ്റിലാണ് താമസം തന്നെ, വാഗമണിലൊരു കുന്നിൻ്റെ മുകളിൽ. ഞാൻ ഒരു സെക്കൻഡ് ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി. കാരണം നമുക്ക് അവിടെ ഒന്നാമത് പാമ്പ് വരും എന്നുള്ള പേടി അതുണ്ട്. ടെൻ്റാണല്ലോ, കാടാണ്. അപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല എന്ന് എനിക്കൊന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ചൊരു വേർപ്പിൻ്റെ അസുഖം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ട അത് വീട്ടിലും ഇപ്പോഴേ എൻ്റെ വൈഫിൻ്റെ കാര്യത്തിൽ ഞാൻ അവളൊക്കെ അത് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. കാരണം അത്രയും ചിട്ടയിലൊന്നും അല്ല ഇവരൊന്നും വളർന്നു. അപ്പോൾ അതുകൊണ്ട് ഈ എടുത്ത സാധനം അവിടെ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ് മോളെ ഇവിടെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരടക്കം ചിട്ടയായിരിക്കും ഇത് കാണുന്നത്. ഒന്നേ ഉള്ളെങ്കിൽ വിലക്കി കടിക്കണമെന്ന് പറയും. അങ്ങനൊന്നും അടിക്കാനൊന്നും തോന്നിയിട്ടില്ല. വലിയ കുഴപ്പമില്ലാത്ത കക്ഷിയാണ്. അങ്ങനെ വലിയ തല്ലുവിളിത്തരം ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ തല്ലാവുന്ന പ്രായം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി രക്ഷയില്ല. അപ്പോൾ ഈ ഒരു മുറിയുടെ ഒരു എന്താണ് ഒരു പ്രത്യേകത എന്താണ്? ഈ മുറി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, താഴെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ പൂജ മുറിയുടെ ഒക്കെ ആ ഭാഗത്തായിരുന്നു TV റൂം വിഭാവനം ചെയ്തിരുന്നെന്ന് പറയാം. പക്ഷെ നമ്മളത് മുകളിലേക്ക് മാറ്റി. അപ്പം ഞാനങ്ങനെ ഒത്തിരി നേരം TV ഒന്നും കാണുന്ന ആളല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അത് കാണുന്ന കൂടി. കാരണം വെച്ചാൽ വലിയൊരു 75 ഇഞ്ചിൻ്റെ ഒരു TVയും ഒരു ഹോം തിയേറ്റർ സിസ്റ്റം വെച്ചു. പിന്നെ വിശാലമായിട്ട് അങ്ങനെ ഇരുന്ന് കാണാൻ. പിന്നെ നമ്മുടെ കാർന്നവരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ചാരുകസേര അതിട്ടു. അപ്പോൾ അതാടുകയും ചെയ്യും. അപ്പോൾ ഈ എല്ലാം കഴിഞ്ഞ അവസാനം ഇതാണല്ലോ, ഒരു ആടി ഇരിക്കുക, NSSൻ്റെ പ്രസിഡന്റ് ആകുക, അതൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആടുന്നൊരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് കാര്യമായ രീതിയിൽ TV ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു റൂമാണ്. പിന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഈ എറണാകുളത്ത് അധികം ഇല്ലെങ്കിൽ പോലും നാട്ടിലെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇപ്പോൾ വിദേശത്തൊക്കെ. അപ്പോൾ എല്ലാവരും എയർപോർട്ടിൽ നിന്നൊക്കെ നാട്ടിലേക്ക് കോട്ടയത്തേക്ക് പോകുന്ന വഴിയൊക്കെ ഇവിടെ വരും. അങ്ങനെ എപ്പോഴും കുറച്ച് ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള റൂമാണിത്. റൂമായിട്ടാണ് ശരിക്കും. ഇത് മൊത്തത്തിലൊരു തിയേറ്റർ സെറ്റപ്പിലാണോ ചെയ്തത്? അതെ അതെ, നല്ല സോണിയുടെ നല്ല ഹോം തിയേറ്റർ സിസ്റ്റം ഇത്. അവിടെയൊക്കെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവേശമൊക്കെ വളരെ ആവേശത്തോടുകൂടി കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററാണ്. ചേട്ടാ, ഇപ്പം പ്രൊമോഷനാണല്ലോ പരിപാടി. മെയിനായിട്ട് എല്ലാ വാഹനങ്ങളെയും ചിലപ്പം തൂക്കിയിടുന്ന സാധനങ്ങൾ, പല സാധനങ്ങളും ഇപ്പം എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ വരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടാറുണ്ടോ? ഈ സാധാരണ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കൊരു ഉപഹാരം എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. ഇല്ല, ഈ പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ തഹസിൽദാരായിരുന്നു. തഹസിൽദാരായിട്ട് കൈക്കൂലി വാങ്ങിക്കുന്ന മുഴുവൻ കുപ്പിയായിട്ടായിരുന്നു. കുപ്പിയായിട്ടുള്ളൂ, പൈസയായിട്ട് വാങ്ങിക്കില്ല. അങ്ങനെ കുപ്പി കള്ളുപിടിച്ച് മരിച്ചുപോയി. എന്ന ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി കാശ് വാങ്ങിച്ച് തന്നെ പ്രൊമോഷൻ ചെയ്യുന്നത്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം വണ്ടികളുടെ കാര്യത്തിൽ പ്രൊമോഷൻ പൈസ വാങ്ങിച്ച് ചെയ്യാറില്ല. അത് എത്തിക്കലി ശരിയല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചാനലിൻ്റെ മെയിൻ കണ്ടൻറ്റാണ്.
പിന്നെ ഞാൻ എൻ്റെ ചാനലിനെ ഒരിക്കലും ഒരു ഓട്ടോമൊബൈൽ ചാനൽ എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഒരു സ്ഥലത്ത്, ലൈഫ് സ്റ്റൈൽ ചാനലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു സാധാരണ ജേർണലിസ്റ്റായിട്ട് ചെയ്തു തുടങ്ങിയ ആളാണ്. അപ്പോൾ എല്ലാം ചരമം വരെ എഴുതിയിരുന്ന ആളാണ് മാതൃഭൂമിയിൽ. അപ്പോൾ എനിക്ക് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ ഓട്ടോമൊബൈൽ ചെയ്യുമ്പോൾ ഒരു ഗുണം വെച്ചാൽ ഓട്ടോമൊബൈൽ കാണുന്നവരെന്ന് പറയുന്ന ഒരു പ്രീമിയം സെഗ്മെന്റ് ആൾക്കാരാണ്. കുറച്ച് ബൈങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലൊരു ഇത്തിരി ഉയർന്ന വിഭാഗം. അപ്പോൾ അതുകൊണ്ട് വിഭാഗം കൂടെ ഉണ്ട്, മറന്നു പോകരുത്, ഇതൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ള. അല്ല, അതുണ്ട്, തീർച്ചയായിട്ടും അതങ്ങനെ ഉണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് ഈ ക്ലയൻസിന് കൂടുതൽ ഗുണം കിട്ടുന്നുണ്ട്. നമ്മൾ ഓട്ടോമൊബൈൽ കാണുന്ന ആൾ തന്നെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ബുക്കിംഗ് ഒക്കെ കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതും അങ്ങനെ പോട്ടെ. പിന്നെ ഇപ്പം ഓരോ ഇതിലേക്ക് എത്തിപ്പെടുന്നതും രസകരമായ കാര്യം. ഇപ്പം മോളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണം, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ എനിക്ക് ഒരു ധാരണയില്ല ഇതിനെപ്പറ്റി, എങ്ങനെയാണ് എവിടെ വിട്ടാണ് പഠിപ്പിക്കുന്നത്. കോഴ്സുകളെല്ലാം പുതിയ പലതരം കോഴ്സല്ലേ, നമുക്കൊരു ധാരണയില്ല. നമ്മൾ ഈ BA MA മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് പല രക്ഷകർത്താക്കൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പോൾ ഞാനൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ വീഡിയോ ചെയ്തു, അത് വലിയ ഹിറ്റായി. അങ്ങനെ പല രാജ്യങ്ങളുടെ പല കമ്പനികളുടെ ഏജൻസികളുടെ ഒക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ വീട്ടിൽ ലിഫ്റ്റ് വെക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഭയങ്കര വില കൂടി, പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്ക് എടുത്തുകൊണ്ട് പോയി സ്ഥാപിക്കാവുന്ന ലിഫ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ ഞാൻ പുതിയ അറിവുകൾ, എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മളെപ്പോഴും ഓരോ വീഡിയോയിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, എല്ലാം കാശ് വാങ്ങിച്ചിട്ട്. അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിന് പൈസ വാങ്ങിക്കുന്നത് തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ ചെയ്യുന്നത് പല പ്രോഗ്രാംസും, നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ കാര്യമാണെങ്കിൽ പോലും വണ്ടിയായിട്ട് ബന്ധമില്ലാത്തൊരു കമ്പനിയുടെ ഒരു കുറച്ച് പെയ്ഡായിട്ടുള്ള ഒരു സാധനം ചെയ്യും. അപ്പം ഈ ഇന്ന കമ്പനി പ്രസൻസ് എന്ന് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ചതി, വഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ, അതായത് പൈസ വാങ്ങിച്ച് ഈ വണ്ടി ഗംഭീരാണെന്ന് പറയുന്ന പരിപാടി ഒരിക്കലും ചെയ്യില്ല. പൊതുവേ ഇപ്പം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ബൈജു എന്നാര് പറഞ്ഞാൽ മലയാളികൾ വിശ്വസിക്കും, അങ്ങനത്തെ ഒരു ഇതുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ചെയ്ത ഒരു കാറിൻ്റെ ഒരു ബാക്ക് സീറ്റിന് തൈ സപ്പോർട്ട് ബൈജുവൻ നായർ ഇല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ബാക്ക് സപ്പോർട്ട് ഇല്ല. അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ നമ്മൾ പലപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ വന്നിട്ട് ചേട്ടൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ വണ്ടി വാങ്ങിച്ചത്, ഞാൻ പതുക്കെ അടുത്ത് നിൽക്കാമല്ലോ അല്ലെന്ന് ചോദിക്കും, അടി കിട്ടുമല്ലോ. ഇല്ല ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ പറഞ്ഞ കുറവൊക്കെ അതിനുണ്ടെങ്കിലും നല്ല വണ്ടിയാണ് എന്നൊക്കെ ആയിരിക്കും. ഈച്ചല്ലേ? ഈച്ച നമ്മൾ എന്തായാലും നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഈച്ച മുക്കുന്ന ആണോ, അതുകൊണ്ട് വരുന്നത്, അല്ലാതെ ഇവിടെ ഉണ്ടായിട്ടല്ല. അത് ശരിക്കും ഈച്ച മുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈച്ച വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കുറവുകളും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ചേട്ടൻ പറഞ്ഞ കുറവൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നല്ല വണ്ടിയാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഇത് തൈ സപ്പോർട്ട് കുറവാണല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറയുന്നു. അല്ലാതെ നമ്മളിപ്പോൾ ആദ്യം ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ പരിശോധിച്ചില്ല എന്തൊക്കെയാണ് നോക്കിയിട്ടല്ല, നമ്മൾ ചെയ്യുന്ന മുറയ്ക്ക് അതൊക്കെ കണ്ട് അപ്പോൾ തന്നെ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ ഡീലർഷിപ്പുകളിലൊക്കെ ആയാലും എല്ലാവരും പറയും ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ വണ്ടി ബുക്ക് ചെയ്യാനൊക്കെ, എൻ്റെയും കൂടി. അപ്പം എല്ലാം എൻ്റെ എന്നല്ല ഞാൻ പറഞ്ഞെങ്കിലും എന്താ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ഒരാൾ വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും ലക്ഷങ്ങൾ മുടക്കുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ ആദ്യം ഇയാൾ ഈ വണ്ടി വാങ്ങിച്ച ആരോടെങ്കിലും ചോദിക്കും, പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ വായിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ ഒന്നിൻ്റെ കൂടെ തള്ളെന്ന് പറഞ്ഞ പോലെയാണ് അവസാനം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വാങ്ങിച്ചേക്കാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇത് മാത്രം കണ്ടിട്ടൊന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ക്രെഡിബിലിറ്റി നിലനിർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്രയും വർഷത്തെ. ഞാൻ ഈ ഗിഫ്റ്റിൻ്റെ ചോദ്യം ചോദിക്കാൻ പ്രധാനപ്പെട്ട കാരണം, സാധാരണ നമ്മൾ ലൈഫിൽ ഒരു ലെവൽ കഴിയുമ്പം, നമ്മൾ വളർച്ച ലെവൽ കഴിയുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഇഷ്ടമുള്ളവരോ ഇഷ്ടമില്ലാത്തവരോ ഒക്കെ നമുക്ക് ഗിഫ്റ്റുകളൊക്കെ തരും, പല രീതിയിൽ പല തരത്തിൽ. അപ്പം ഞാനിവിടെ വന്നപ്പം പ്രധാനമായി ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങൾ. അപ്പം നമ്മുടെ പരിപാടിയുടെ പേര് എന്നാലേ എന്നോട് പറ, ഇതാണ്. അപ്പം എന്നാലേ എന്നോട് പറ, ഈ കണ്ണാടിയുടെയും വാച്ചിൻ്റെയും രഹസ്യവും അതിൻ്റെ വിലയും. നിങ്ങൾ മറ്റേ ED അല്ലേ അല്ലേ? ഈഡിയാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈഡി നമ്മളെ ഈ പറഞ്ഞ സാമ്പത്തിക നിലയൊക്കെ പരിശോധിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ? അല്ല, ഇപ്പം വഴിയെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ അപ്പോഴേ ഔട്ട്ഫിറ്റിൻ്റെ റേറ്റ് എത്ര പറയുന്നത്, ഞാൻ ഇന്ന് ഔട്ട്ഫിറ്റിൻ്റെ മൊത്തം റേറ്റ് അറിയേണ്ട പോകുന്നുള്ളൂ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇപ്പം ഞാനിപ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ കണ്ണട വാങ്ങിച്ചാലും അതിൽ നഷ്ടമില്ല. കാരണം ഈ ലുലു മാൾ ഇവിടെ തുടങ്ങിയപ്പോഴൊക്കെ വാങ്ങിച്ചത് 30,000 രൂപയ്ക്ക് 10 വർഷമായില്ലേ, അതുകൊണ്ട് നഷ്ടമില്ല. ഇനി ഇത് എന്തെങ്കിലും ഒടിഞ്ഞ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേ കളയുള്ളൂ. എങ്കിലും എനിക്കൊന്ന് 10-30,000 രൂപ. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഈ എപ്പോഴും ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ കണ്ണാടി വെച്ചാണ് ആണല്ലേ? അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ജനിച്ച സമയമൊക്കെ. അപ്പോൾ എന്തായാലും ആ സമയത്ത് വെച്ചാൽ എപ്പോഴും ഉപയോഗിക്കണം. അപ്പോൾ നല്ല ലെൻസ് വേണം. പിന്നെ ലെൻസിനാണല്ലോ അതിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് നല്ല ലെൻസുള്ള വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ വാച്ച് എൻ്റെ ഒരു ഫ്രണ്ട് മീൻസ് എൻ്റെ പുസ്തകങ്ങൾ വായിച്ച് എൻ്റെ ഒരു ഫാനായി വന്നൊരു പ്രിയ എന്നൊരു കുട്ടിയുണ്ട് ദുബൈയിലാണ്. അവളുടെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഞാനത് പ്രകാശനം, അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്ന. അപ്പോൾ ഇതൊക്കെ തന്നു കഴിഞ്ഞിട്ടാണ് ഇത് ഫെരാരി ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ വാച്ച് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വില എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലാതെ ഞാൻ ഒളിച്ചു വെക്കുന്നതല്ല, സത്യമായിട്ടുമില്ല. അതിൻ്റെ വില എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നല്ല വാച്ചാണ്, പലരും എൻ്റെ അടുത്ത് പറയുന്നത് ഉഗ്രം വാച്ചാണ്.
അതുകൊണ്ട് ഇതിന് വർഷങ്ങളോളം ഉപയോഗിക്കും. ഇനി ഒരു പക്ഷേ ഇതിനേക്കാൾ മികച്ചൊരു വാച്ച് കിട്ടുന്നവരെയൊക്കെ ഇത് തന്നെയായിരിക്കും. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ ഭ്രമമില്ല. ഇപ്പം നമ്മൾ ഇപ്പം ഷൂ, ബെൽറ്റ്, മൊബൈൽ ഫോൺ, ഇതൊക്കെ ഞാൻ ഈ അവസാനം നശിച്ച് ഒരു മാർഗ്ഗം ഉപയോഗിക്കും. അത് കഴിഞ്ഞ് രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് മാറ്റാറുള്ളൂ. അതൊന്നും ഞാനങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ വലിയ എന്താ പറയുക ബ്രാൻഡ് ഒന്ന് നോക്കിയുള്ള സാധനങ്ങൾ അതൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യുന്നില്ലേ, ഒരുപാട് എന്താണ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തിരക്കുള്ള വലിയ ബിസിനസ്. അപ്പം നമ്മുടെ ഇംപ്രഷൻ എപ്പോഴും നമ്മുടെ ഒരു പെർഫ്യൂമിലാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഏത് പെർഫ്യൂമാണ്? അത്തരം 1-2 കാര്യങ്ങൾ സ്ഥിരമായിട്ട്, അത് ഒത്തിരി വില കൂടിയ സാധനമൊന്നുമല്ല. ഞാൻ ഗസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പെർഫ്യൂം ഉണ്ട്, അതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതെപ്പോഴും സ്റ്റോക്ക് കാണും 4-5 കാരണം ഇത് കിട്ടാതെ വരരുത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പ്രശ്നം വരും. രാവിലെ ഇത് അടിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നമുണ്ടല്ലോ. അതുപോലെ നിവിയയുടെ ബോഡി സ്പ്രേയും, ഇത് രണ്ടും എപ്പോഴും സ്റ്റോക്ക് കാണും, കുറേ എണ്ണം. ഇപ്പോഴും ഞാൻ UK പോയപ്പോൾ നിവിയയുടെ 5-6 വാങ്ങിച്ചുകൊണ്ട് വന്നു, കാരണം ഇത് ഇല്ലാതെ വരരുത്. അതുപോലെ ഗസ്സും, അത് വലിയ ബ്രാൻഡുകളൊന്നും അതെനിക്ക് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് എനിക്ക് അത് തരാം അതിന് ചെറിയൊരു ഫീസ് അതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉള്ളൂ, അല്ലാതെ ജീവിതത്തിൽ അങ്ങനെ വല്ല. പിന്നെ ഞാൻ പറയല്ലേ, രാവിലെ ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടിയ 4 നേരം കിട്ടിയാലും ദോശ കഴിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ജീവിതത്തിലെ ചെറിയ ചെറിയ ചില ആഗ്രഹങ്ങളിലൊന്ന് എനിക്കൊരു 2 സീറ്റർ സ്പോർട്സ് കാർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഈ വീടൊന്നും ഒരിക്കലും എൻ്റെ സ്വപ്നത്തിലൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ അങ്ങ് സംഭവിച്ചില്ല. കറക്കണം, തീർച്ചയായിട്ടും കറക്കും. അതിന് ഫീസ് ഇല്ലാതെ ഇപ്പം ആദ്യം അതൊക്കെ പറയല്ലേ. അത്ര ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്നല്ലാതെ എനിക്ക് അങ്ങനെ വേറെ വലിയ പിന്നെ ലോകം കാണുക എന്നുള്ളതായിരുന്നു. അതും നാച്ചുറലി സംഭവിച്ചു. അതൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു, വളരെ സന്തോഷം. ഞാൻ എപ്പോഴും പറയും, ഇപ്പം റോബർട്ട് ജാക്കു എന്ന് പറയുന്ന ഒരാളുടെ ഒരു പുസ്തകമുണ്ട്, ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്നാണ് പുള്ളിയുടെ പുസ്തകത്തിൻ്റെ പേര്. അതായത് പുള്ളി പണ്ട് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട വളരെ കുറച്ച് പേരിൽ ഒരാളാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ ആത്മഹത്യ എഴുതിയ വേണമെങ്കിൽ ആ പേരിടാം, ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. എനിക്ക് യാതൊരു സത്യത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളൊന്നും, ഞാൻ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നൊരു മനുഷ്യനാണ്. ബൈജുനാർക്ക് ദേഷ്യം വരുമോ? ഭയങ്കരമായിട്ട് വരും. ഓ, അതായത് ഈ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. എനിക്ക് എപ്പോഴും വരുന്നത് അധികം റോഡിലാണ്. അതായത് എനിക്ക് ഗതാഗത സംവിധാനങ്ങളൊക്കെ കൃത്യമായിരിക്കണം ആഗ്രഹമുള്ള മനുഷ്യനാണ്. അപ്പം ഈ റോഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഈ നിയമവിരുദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ഭീകരമായിട്ട് ദേഷ്യം വരികയും അതിനെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തി ചീത്ത വിളിക്കുന്ന പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ രക്ഷയില്ല. ഇതിങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടല്ല, വൈചേട്ടാ പാലാണ് കേട്ടോ എന്നൊക്കെ പറയും. പാലാണ് കേട്ടോ പിന്നെ ഒന്നുമില്ല വിട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മിണ്ടാത്ത കൂടെ പോവുള്ളൂ. പക്ഷേ അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്. എപ്പോഴും റോഡിൽ ഇങ്ങനെ ഓരോരുത്തർ കാണിക്കുന്ന ഓരോ കാര്യം കാണുമ്പോൾ ദേഷ്യം വരും. പൊതുവേ വീട്ടിലൊക്കെ നമ്മുടെ ദേഷ്യം ഇറങ്ങുന്നുണ്ട്, അങ്ങനെ ആരും വലിയ നമ്മളെ അങ്ങനെ പ്രകോപിപ്പിക്കാൻ വരാറില്ല. എങ്കിലും ദേഷ്യം നന്നായിട്ട് വരുന്ന ആളാണ്. ഞാൻ ഇനി വെയിറ്റ് ചെയ്യണത് അവിടെ കൊണ്ടുപോകണം. എവിടെ? പക്ഷെ അവിടെ സത്യം സന്ധ്യയ്ക്കാണ് തുറക്കാറുള്ളൂ നമ്മൾ. കാരണം എനിക്ക് ദർശനം പ്രസാദം അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ചോദിച്ചു വരുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ബാറും ഒക്കെ സെറ്റ് ചെയ്തു നമ്മളെ മേൽഭാഗത്ത്. അപ്പോൾ ഈ ബാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വലിയ കുടീനാന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, ഞാൻ വളരെ കുറച്ച് മദ്യപിക്കാറുള്ളൂ. പക്ഷെ മദ്യപിക്കുന്ന ആളാട്ടോ. തന്നെ ഇടയ്ക്കിടയ്ക്ക് കാര്യമായി നിർത്തുകയും ചെയ്യും. 4-5 മാസമൊക്കെ മദ്യപിക്കായിരിക്കും. പക്ഷേ ഞങ്ങൾ കോട്ടയംകാർക്ക് വീട്ടിൽ പൂജാമുറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബാറ്. അതെ, ഞങ്ങളുടെ വീടില്ല. നമ്മൾ വളർന്ന സാഹചര്യത്തിലൊന്നും ആരും അങ്ങനെ നീ കള്ളു കുടിച്ചു എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. കാരണം അത് പാർട്ട് ഓഫ് വേ ഓഫ് ലൈഫൊക്കെയാണ് കോട്ടയംകാരുടെയൊക്കെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെയൊന്നും ഇരിക്കില്ല, മേലോട്ടായിരിക്കും പോകുന്നത്. അതിനുള്ള സംഭവമാണ്. എന്തായാലും എല്ലാം കാലി കുപ്പിയാണ്, വലിയ പ്രതീക്ഷയോടുകൂടി വരണ്ട. സ്ഥലം കാണിച്ചു തരാം, പറയാം. മതി. ഓക്കെ, എന്നാൽ അങ്ങോട്ട്. ഓക്കെ.